ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു അവർ ക്ലാസ്. ഇന്ന് നമ്മൾ 5ാം ക്ലാസ്സിലെ ആക്ടിവിറ്റി കാർഡ്സ് ആണ് കേട്ടോ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ആക്ടിവിറ്റി കാർഡ് നമ്പർ 4 ഇംഗ്ലീഷ് ആണ് കേട്ടോ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ആക്ടിവിറ്റി കാർഡ് നമ്പർ 4 എന്തായിരുന്നു? കോൺവെർസേഷൻ ആയിരുന്നു അല്ലേ? ഇൻ ദ സ്റ്റോറി ദ മാജിക് മിറർ, അമ്മു ആൻഡ് അരുൺ had a adventurous journey. Did you like their adventures? At home, they told everything to their mother. What would they say to the mother? What would the mother say? Right? At least 3 exchanges. അതായത് അമ്മുവിൻ്റെയും അരുണിൻ്റെയും അഡ്വഞ്ചറസ് ആയിട്ടുള്ള യാത്ര നമ്മൾ സ്റ്റോറിയിൽ വായിച്ചു അല്ലേ? അപ്പൊ നിങ്ങൾക്ക് ഈ ഒരു അഡ്വഞ്ചറൊക്കെ ഇഷ്ടമായോ? അപ്പോൾ വീട്ടിലെത്തിയപ്പോൾ അവര് അമ്മയോട് കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തു. അപ്പൊ എന്തായിരിക്കും അമ്മയോട് അവർ പറഞ്ഞിട്ടുണ്ടാവുക, അമ്മ എന്തായിരിക്കും തിരിച്ച് റിപ്ലൈ ചെയ്തിട്ടുണ്ടാവുക എന്നെല്ലാം നമുക്ക് എഴുതണം. ഓക്കെ, അപ്പൊ അമ്മു എന്താണ് പറഞ്ഞിട്ടുണ്ടാവുക അമ്മയോട്? മോം, വി വെന്റ് എ മാജിക് ലാൻഡ്. അപ്പൊ അമ്മ എന്തായിരിക്കും പറഞ്ഞിട്ടുണ്ടാവുക? വാട്ട്, എ മാജിക് ലാൻഡ്? ഐ ഡോണ്ട് അണ്ടർസ്റ്റാൻഡ് എനിത്തിങ്. അരുൺ, യെസ് മോം, we stepped into the magic land through the mirror in the attic. അപ്പൊ അരുൺ പറഞ്ഞു, ഞങ്ങള് മാജിക് ലാൻഡിലോട്ട് എങ്ങനെയാണ് പോയതെന്ന് അറിയോ? ഞങ്ങള് മിററിലോട്ട്, അതായത് നമ്മുടെ ആറ്റിക്കില്, തട്ടുമ്പുറത്തുള്ള ആറ്റിക്കില്, അതായത് ആറ്റിക്കിലെ മിററിലൂടെയാണ് ഞങ്ങൾ മാജിക് ലാൻഡിൽ എത്തിയത് എന്ന് പറഞ്ഞു. മദർ, ഐ തിങ്ക് യു സോ എ ഡ്രീം. എനിക്ക് തോന്നുന്നത് നിങ്ങൾ സ്വപ്നം കണ്ടു എന്നാണ്. വെർ യു സ്ലീപ്പിംഗ്? നിങ്ങൾ ഉറങ്ങായിരുന്നോ? അമ്മു, നോ മോം, വി റീച്ച്ഡ് എ കോട്ടേജ് ഇൻ എ ഫോറസ്റ്റ്. ഫ്രം ദെയർ വി റീച്ച് അവർ ആറ്റിക്. ഇല്ല അമ്മേ, ഞങ്ങള് ഒരു ഫോറസ്റ്റിലോട്ട് എത്തി, എന്നിട്ട് ഒരു ഫോറസ്റ്റിലുള്ള ഒരു കോട്ടേജിലെത്തി, അവിടുന്ന് വീണ്ടും ഞങ്ങൾ ആറ്റിക്കിലോട്ട് തിരിച്ചെത്തി എന്നാണ് അമ്മു പറഞ്ഞത്. അമ്മ, മദർ, ഓക്കെ കം ലെറ്റ്സ് ഹാവ് ദ ലഞ്ച്. അമ്മ അതൊക്കെ വിശ്വസിച്ചോ? നോ അല്ലേ, അമ്മ അതൊന്നും വിശ്വസിച്ചിട്ടില്ല. എന്നാ ഓക്കെ ശരി, നിങ്ങൾ വേഗം ഭക്ഷണം കഴിക്കാൻ വായോ എന്ന് അമ്മ പറഞ്ഞു. ഓക്കെ, അടുത്തത് ഫൈൻഡ് സ്യൂട്ടബിൾ വേർഡ്സ് ഫ്രം ദി ബോക്സ് ആൻഡ് ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ്. മൈ, യുവർ, ഹിസ്, ഹെർ, ഇറ്റ്സ്, അവർ, their. ഹലോ, വാട്ട്സ് യുവർ നെയിം? വാട്ട്സ് യുവർ നെയിം? നിങ്ങളുടെ പേരെന്താണ്? നിങ്ങളുടെ എന്ന് പറയുമ്പോൾ യുവർ. അടുത്തത്, their names are അജയ് ആൻഡ് അബിൻ. അവരുടെ പേര്, their names are അജയ് ആൻഡ് അബിൻ. അടുത്തത് നോക്കൂ, the little boy is playing with his toy. ലിറ്റിൽ ബോയ് എന്ന് പറയുമ്പോൾ ചെറിയ ആൺകുട്ടിയാണ് അല്ലെ? അവന്റെ ടോയ്സ്, അവന്റെ എന്ന് പറയുമ്പോൾ his toys. അടുത്തത്, we live in a house. My house is our house is very big. ഞങ്ങള് ഒരു വീട്ടിലാണ് താമസിക്കുന്നത് അല്ലെ? We live in a house. Our house, we എന്ന് പറയുമ്പോൾ our house. Okay. They like sport. Their favorite sport is football. Their favorite sport is football. They എന്ന് പറയുമ്പോൾ അവർ, അപ്പോൾ അവരുടെ. The girl plays chess. This is her chess board. The girl എന്ന് പറയുമ്പോൾ her ആണ് വരിക കേട്ടോ, pronoun. This is tortoise. Tortoise എന്ന് പറയുമ്പോൾ അതിന് its name is Beuga. Its name is Beuga. അല്ലെങ്കിൽ ടോട്ടോയ്സിന് his, her എന്നൊന്നും പറയാൻ പറ്റില്ല. അപ്പൊ its എന്നാണ് പറയാൻ പാടുള്ളൂ കേട്ടോ. അടുത്തത് ആക്ടിവിറ്റി കാർഡ് നമ്പർ 5. Read the song and add more lines to it. Sing the song aloud. Record it and send it to your teacher. അപ്പോൾ ഈ ഒരു സോങ് ഉറക്കെ വായിക്കാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് add more lines എന്നാണ് പറഞ്ഞത്. A sailor went to sea to see what he could see. But all that he could see was an octopus in the deep blue sea. A sailor went to sea to see what he could see. But all that he could see was a baby shark in the deep blue sea. അടുത്തത്, a sailor went to sea to see what he could see. But all that he could see was a dolphin in the deep blue sea. കണ്ടോ, ഡോൾഫിന്റെ ചിത്രമാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ dolphin in the deep blue sea. അടുത്തത് നോക്കൂ, ആക്ടിവിറ്റി കാർഡ് നമ്പർ 6. വേർഡ് വെബ് ആണ് കേട്ടോ.
Find more words related to the word given in the center. സെന്ററിൽ ഒരു വേർഡ് കൊടുത്തിട്ടുണ്ട്, അതിന് റിലേറ്റ് ചെയ്തിട്ടുള്ള വേർഡ്സ്. ബ്രഷ്, ബ്രഷ് എന്ന് പറയുമ്പോൾ കോമ്പിങ് അല്ലെ, മുടി ചീവുന്ന അത്. പിന്നെ പേസ്റ്റ് അല്ലെ, ബ്രഷ് എന്ന് പറയുമ്പോൾ പേസ്റ്റ് എന്നും പറയാം. പിന്നെ ഹെയർ ബാൻഡ് അല്ലെ, ബ്രഷ് ചെയ്യാന്ന് പറയുമ്പോൾ മുടി കെട്ടാൻ വേണ്ടിയിട്ടുള്ള എന്താണ്, ഹെയർ ബാൻഡ് വേണം. പിന്നെ ബ്രഷ് എന്ന് പറയുമ്പോൾ ഹെയർ. പിന്നെ നമ്മുടെ പെയിന്റ് അല്ലെ, പെയിന്റ് ബ്രഷ്, ആ ഒരു ബ്രഷും ഇതിൽ ഉൾപ്പെടും കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് ബ്രഷിനെ കൊണ്ട് എന്തൊക്കെ വേർഡ്സ് റിലേറ്റ് ചെയ്യാൻ പറ്റും അതെല്ലാം ഇതിൽ ഉൾപ്പെടുത്താം. അടുത്ത നോക്കൂ, സീ, കടൽ. കടലുമായി ബന്ധപ്പെട്ടിട്ടുള്ള വേർഡ്സ് ഏതൊക്കെയാണ്? ഷിപ്പ്, പിന്നെ വേവ്സ്, സാൻഡ്, ഫിഷ്. ഇതൊക്കെ സീയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വേർഡ്സ് ആണ്. അപ്പോൾ ഈ ആക്ടിവിറ്റീസ് ഒക്കെ ചെയ്യുക കേട്ടോ നിങ്ങൾ. അപ്പോൾ ഇന്നത്തെ ആക്ടിവിറ്റി എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. നിങ്ങൾ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സൈഡിലുള്ള ബെൽ ബട്ടൺ പ്രസ് ചെയ്യുക, ഓൾ അമർത്തുക. വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ മറക്കാതെ തന്നെ എന്തായാലും നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെങ്കിലും പോസിറ്റീവ് ആണെങ്കിലും നെഗറ്റീവ് ആണെങ്കിലും നിങ്ങൾ കമൻറ്റിൽ അറിയിക്കുക കേട്ടോ. പിന്നെ അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.